നമസ്കാരം. വെൽക്കം ടു സലാമാസ് ലിറ്റിൽ വേൾഡ്. ഇപ്പോൾ സമയം വൈകിട്ട് ഒരു 4:30-5 മണിയാവുന്നു. നമ്മളെ ടീ ടൈം ആണല്ലോ. ചായയുടെ കൂടെ ഒന്നുമില്ല, ചായ കുടിക്കാൻ ഒരു സുഖവും കാണില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല, സ്നാക്ക് നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് കരുതി നമുക്ക് ഉള്ളി കൊണ്ട് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഉള്ളിവട, അവറോൺ ഉള്ളിവട, ഉള്ളി ബജി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐറ്റംസ് ഒക്കെ ഞാൻ ഒരുവിധം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിന് മുന്നേ വീണ്ടും പറയുകയാണ്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, കുറച്ച് ഉള്ളിവട ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് 2 മീഡിയം അല്ല, ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയുമാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വലിയൊരു പച്ചമുളക് ഇതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് അതും ഇതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് കായത്തിന്റെ പൊടിയും ഈ സവാളയുടെ കൂട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാൻ ഈ ഒരു സ്പൂണിന്റെ അളവിൽ ഒരു സ്പൂൺ മൈദയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യം അത്ര വേണ്ട കേട്ടോ, കുറച്ച് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി, ഒരു കരികരിപ്പുണ്ടല്ലോ വടക്ക്, അത് കിട്ടാനായിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. കുറച്ച് അരിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സംഭവം കേട്ടോ, കുറച്ച് മുളക് പൊടി. ഈ ഒരു സ്പൂണിൽ മുക്കാലോളം ഞാൻ ഇട്ടിട്ടുണ്ട് മുളക് പൊടി. നമുക്ക് അതിൽ വേരിയേഷൻ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊരു മസ്റ്റാണ് കേട്ടോ. ഉള്ളിവടയ്ക്ക് ആ ഒരു ചെറിയൊരു മധുരത്തിന്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് കിട്ടണമെങ്കിൽ മസ്റ്റായിട്ട് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർക്കാതെ ഞാൻ ഉണ്ടാക്കിയപ്പോഴൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത്ര പഞ്ചസാര അതുകൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു പിഞ്ച് സോഡയാണ് കേട്ടോ, ഒരു പിഞ്ച് സോഡയും കൂടെ അതിലിട്ടിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഈ കൂട്ടിലേക്ക് നമുക്ക് ഈ സവാളയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മാക്സിമം ആ സവാളയിൽ നിന്ന് വരുന്ന വെള്ളം ഇറങ്ങുന്നത് വരെ ഈ കൂട്ടിനെ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടിന് ചെറുതായിട്ട് ആ സവാളയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ആ വെള്ളം പോരാ കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നിങ്ങൾ നോക്കണം കേട്ടോ, മൈദ ഇത്തിരി കൂടി വേണമെങ്കിൽ കുറച്ചുകൂടി മൈദ ആഡ് ചെയ്യാം. ഇത്തിരി കൂടി കളറിന് വേണ്ടി വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം. അതൊക്കെ നമ്മൾ കുക്കിംഗ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഡിഷിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ലതുപോലെ ഈ കൂട്ടിനെ മിക്സ് ചെയ്യുക. കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. നമ്മുടെ അവറോൺ കറിവേപ്പില ഇതിന്റെ ഫ്ലേവറിന് മസ്റ്റാണ്. ഇവിടെ കുറച്ച് ഇരുന്നു, അത് ഞാൻ അതിൽ കൂടെ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ നിന്ന്. പിന്നെ അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ബോളാക്കി എടുത്തിട്ട് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ഉള്ളി വടയിൽ തന്നെ നമുക്ക് മുട്ടയും കൂടി അകത്ത് കവർ ചെയ്ത്, കണ്ടോ, മുട്ട ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കറക്റ്റ് ആ മുട്ടയെ നമ്മുടെ സവാളയുടെ ഈ കൂട്ടിനെ കൊണ്ട് മാക്സിമം കവർ ചെയ്യണം. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. മുട്ട കൂടി വെച്ചിട്ടുള്ള വടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുട്ട അകത്ത് വെച്ചിട്ടുള്ള ഒരു വടയാണത്.
ഒരു ഉള്ളിവട നമുക്ക് അങ്ങനെയും കൂടി ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ചായ നല്ല പതപ്പിച്ച ചായ എപ്പോഴും നല്ല പതഞ്ഞ ചായയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഉള്ളിവട കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനെ അങ്ങോട്ട് നമ്മൾ ചെറുതായിട്ട് സോസിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. സോസിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് കഴിക്കാം. നമ്മൾ മുട്ട സംഭവം എന്താ ഉണ്ടോ, മുട്ട കഴിക്കുന്നുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ ഒന്ന് ചായയും കൂടെ ഒക്കെ ഒന്ന് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ കേട്ടാ. എനിക്ക് പണ്ടും ഈ ഒരു ടെക്സ്ചറിൽ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. എന്തായാലും എൻ്റെ ഈ കുഞ്ഞു ഡിഷ് കണ്ടിട്ടുള്ള ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. മിക്കവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ചെയ്തിട്ടില്ലാത്തവർ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.